ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം ശാന്തി ശാന്തി ശാന്തി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഇന്നു മുതൽ നമ്മൾ ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥത്തിൻ്റെ ആഴത്തിലുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹരിനാമ കീർത്തനത്തിൻ്റെ ആമുഖം, അത് എഴുതുവാനുണ്ടായ സാഹചര്യം, ഗ്രന്ഥകർത്താവിനെക്കുറിച്ചുള്ള പരിചയം, ഓരോ ശ്ലോകങ്ങളും എങ്ങനെ ചൊല്ലണം എന്നുള്ള വിധികൾ പഠിക്കുക, ഓരോ ശ്ലോകത്തിലും അടങ്ങിയിരിക്കുന്ന അർത്ഥം എന്ത്, ഇങ്ങനെ വിവിധങ്ങളായ രീതിയിലാണ് ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥം നാം ശബ്ദ സന്ദേശത്തിലൂടെ യൂട്യൂബ് വഴി പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഭഗവാൻ കൃഷ്ണൻ്റെയും എല്ലാ ദേവതകളുടെയും പ്രകൃതിയുടെയും പരമാത്മാവിൻ്റെയും സജ്ജനങ്ങളുടെയും ഗുരുപരമ്പരകളുടെയൊക്കെ അനുഗ്രഹത്തിനായി നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രന്ഥപഠനം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരിനാമ കീർത്തനം, ഹരിയുടെ നാമം കീർത്തിക്കുക എന്നതാണ് ഈ വാക്കിൻ്റെ തന്നെ അർത്ഥം. ദ സോങ് ഓഫ് ദ ഹോളി നെയിം ഹരി എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഹരി എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ്. ആ ഹരി ആര്, ആ ഹരിയുടെ വിശേഷണങ്ങൾ എന്ത്, ഇവയെല്ലാം കീർത്തിക്കുകയാണ് ഗ്രന്ഥകർത്താവ് ഈ പഠനത്തിലൂടെ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഓരോ വരികളിലൂടെ ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നത്. ഹരിനാമ കീർത്തനം മഹാനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ കാവ്യമാണ് ഹരിനാമ കീർത്തനം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നത് നമ്മൾക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമായ നാമമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. കാരണം അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം 15-16 നൂറ്റാണ്ടിൽ, 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലുമായി ജീവിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിനെക്കുറിച്ച് ഉള്ള അറിവ്. യഥാർത്ഥ നാമം രാമാനുജൻ. പക്ഷെ നമ്മൾ എല്ലാവരും എന്താണ്, എഴുത്തച്ഛൻ എന്ന് വിളിച്ചു വരുന്നു, തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്നും വിളിച്ചു വരുന്നു. തുഞ്ചൻ പറമ്പ് എന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലനാമമാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്തെ നാമമാണ് തുഞ്ചൻ പറമ്പ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് വിളിച്ചു വരുന്നു. ഈ സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ
തൃക്കണ്ടിയൂർ മഹാശിവക്ഷേത്രമുണ്ട്, അതിൻ്റെ സമീപത്തായിട്ടാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം അദ്ദേഹം പണ്ടത്തെ കാലത്ത് മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ 30 അക്ഷരമുള്ള വട്ടെഴുത്ത് രീതിയായിരുന്നു. അതിൽ 30 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതിൻ്റെ പരിമിതികളും പോരായ്മകളും മനസ്സിലാക്കിയ എഴുത്തച്ഛൻ അതിനെ 51 അക്ഷരമുള്ള മലയാള ലിപി ഉണ്ടാക്കി. ഇത് സംസ്കൃത ഭാഷയുടെ സഹായത്തോടു കൂടിയാണ് ഇദ്ദേഹം ഈ 30 വട്ടക്ഷരമുള്ള, അതായത് വട്ടെഴുത്തുള്ള മലയാള ഭാഷേനെ, വട്ടെഴുത്ത് എന്നാണ് അതിനെ വിളിച്ചു വരുന്നത്. അതിൻ്റെ പരിമിതികളാൽ അത് മനസ്സിലാക്കിയ എഴുത്തച്ഛൻ അതിനെ 51 അക്ഷരമുള്ള മലയാള ഭാഷ ലിപി ഉണ്ടാക്കി മാറ്റി. അങ്ങനെയാണ് അദ്ദേഹത്തിനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന ആദരണാർത്ഥം വിളിച്ചു വരുന്നത്. ഇനി അദ്ദേഹത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എഴുത്തച്ഛൻ്റെ അച്ഛൻ്റെ പേര് നാരായണൻ, അമ്മയുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു. അദ്ദേഹത്തിന് സഹോദരങ്ങളുണ്ടായിരുന്നു. രാമൻ എന്നും സീതയെന്നും ചീരു ഇത്യാദി പേരുകളോടുകൂടിയ അദ്ദേഹത്തിന് സഹോദരങ്ങളുണ്ടായിരുന്നു. എഴുത്തച്ഛന് രാമാനുജൻ എന്ന പേര് വരുന്നതിന് മുമ്പ് എഴുത്തച്ഛനെ കൃഷ്ണൻ എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമൊക്കെ വിളിച്ചു വന്നിരുന്നത്. എഴുത്തച്ഛൻ ജനിക്കുന്നതിന് 17 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അതായത് അന്ന് ഈ സാമൂതിരിയുടെ സൈന്യം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ കുട്ടി ഉണ്ടായി. പിന്നെ അമ്മാവനാണ് എഴുത്തച്ഛനെ എടുത്തു വളർത്തുന്നത്. അങ്ങനെ ഈ അമ്മാവൻ മഹാപണ്ഡിതനായിരുന്നു. അമ്മാവനിലൂടെ ഇദ്ദേഹത്തിന് എല്ലാ അറിവും സ്വായത്തമാക്കുകയാണ്. അമ്മാവൻ പകർന്നു കൊടുത്ത അറിവാണ് എഴുത്തച്ഛനെ ഈ മലയാള ഭാഷയുടെ പിതാവെന്നുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ എത്തിച്ചത്. അദ്ദേഹത്തിന് മലയാളം മാത്രമല്ല, സംസ്കൃതം, ജ്യോതിഷം, ഗണിതം, ആയുർവേദം, പുരാണശാസ്ത്രങ്ങൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതൻ എന്തൊക്കെ അറിവുകൾ നേടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ എന്തൊക്കെ അറിവ് ഉണ്ടോ അവയെല്ലാം അറിഞ്ഞ, അല്ലെങ്കിൽ ആ അറിവെല്ലാം തികഞ്ഞ ഒരു പാണ്ഡിത്യം അടങ്ങിയ ഒരു സ്വഭാവ വിശേഷണമുള്ള ആളായിരുന്നു എഴുത്തച്ഛൻ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മറ്റൊരു സവിശേഷത എന്തെന്ന് വെച്ചാൽ, ഈ മലയാളം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടും എഴുത്തച്ഛനെ നമ്മൾ ആദരിച്ചു വരുന്നു. പ്രധാന കിളിപ്പാട്ട് ഗ്രന്ഥങ്ങൾ അധ്യാത്മരാമായണവും മഹാഭാരതവുമാണ് കിളിപ്പാട്ട് രൂപത്തിലുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെല്ലാം യുദ്ധം വളരെ കൊടുമ്പിരി കൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഈ 15-16 നൂറ്റാണ്ടുകളെല്ലാം. ആ യുദ്ധത്തിൻ്റെ ഒരു അവശേഷിപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടത്, അദ്ദേഹത്തിനെ അമ്മാവൻ ഏറ്റെടുത്തത്, ഇതെല്ലാം. അങ്ങനെ ഇവർ പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. അമ്മാവനും വളരെ പണ്ഡിതനായിരുന്നു, ആധ്യാത്മിക ജീവി തന്നെയായിരുന്നു. അങ്ങനെ ഈ പഠനം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധവേളയിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇവർ പഠിക്കുന്ന ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ, സംസ്കൃത ഗ്രന്ഥങ്ങൾ, പുരാണ ഗ്രന്ഥങ്ങൾ, ഇവയെല്ലാം ഈ സാമൂതിരിയുടെ സൈന്യം ആക്രമിക്കാൻ വന്നു. ഇതെല്ലാം നശിപ്പിക്കാനായിട്ട്, കത്തിച്ച് കളയുവാനായിട്ട്. കാരണം അന്ന് ഇദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ജാതി കൊണ്ട് താഴ്ന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് അവർ ഗ്രന്ഥങ്ങൾ, ഓലഗ്രന്ഥങ്ങൾ പഠിക്കാൻ പാടില്ല എന്നൊരു മിഥ്യാധാരണ വന്നു. ആയതിനാൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് പുറപ്പെട്ടു. അവസാനം ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ഈ അറിവെല്ലാം പുതുതലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ അമ്മാവനെയും
വധിക്കുവാനായി സൈന്യം വന്നപ്പോൾ യുദ്ധവേളയിൽ ഈ ഓലഗ്രന്ഥങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ജലസമാധി ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ആ മഹാത്മാക്കൾ പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് സമാധി. തൻ്റെ ശരീരം ഈശ്വരനുമായി ഏകീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ശരീരത്തിനെ പിന്നെ ഭൂമിക്ക് സമർപ്പിക്കുക. അത് ജലരൂപത്തിലോ അഗ്നിരൂപത്തിലോ വായു രൂപത്തിലോ ഒക്കെ അങ്ങനെ പല സമാധികളുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ തിരഞ്ഞെടുത്തത് ജലസമാധിയായിരുന്നു. ഈ ഓല കെട്ട് ഗ്രന്ഥങ്ങളെല്ലാം ഒരു വലിയ ചാക്കിലാക്കി നശിച്ചു പോകാതെ അതിൽ സംരക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ സമാധിക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ സൈന്യം വന്ന് കണ്ടപ്പോൾ അമ്മാവൻ മരിച്ചു കിടക്കുന്നതായിരിക്കും. അപ്പോൾ അവർ വിചാരിച്ചു ഈ ഗ്രന്ഥങ്ങളൊക്കെ നശിച്ചു കാണും എന്ന് പറഞ്ഞ് ആ ഗ്രന്ഥത്തെ എല്ലാം സംരക്ഷിച്ചു വന്നു അദ്ദേഹം. പിന്നെ അതിനുശേഷം ഇതെല്ലാം മനസ്സിലാക്കിയ വെട്ടത്ത് എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ഈ തുഞ്ചത്ത് എഴുത്തച്ഛനും അദ്ദേഹത്തിൻ്റെ അമ്മാവനും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും സഹോദരങ്ങളും ഒക്കെ നാടിന് ചെയ്യുന്ന നന്മയോർത്തിട്ട് എന്ത് ചെയ്തു, ഈ തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലം എഴുത്തച്ഛനും കുടുംബത്തിനുമായി കളരി നടത്തുവാനായി കൊടുത്തു. അതായത് കളരി നടത്തുക എന്ന് വെച്ചാൽ ഈ അറിവുകൾ ചെറിയ കുട്ടികളിലേക്ക് പുതുതലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന സ്ഥലം. അതായത് ചെറിയൊരു ഗുരുകുല മാതൃകയിൽ അങ്ങനെ അത് ശാരീരിക അഭ്യാസങ്ങളുണ്ട്, അവിടെ ഗ്രന്ഥപഠനമുണ്ട്, ശാസ്ത്ര പഠനമുണ്ട്, അക്ഷര പഠനമുണ്ട്, ഇവയെല്ലാം ഉണ്ട്. അങ്ങനെ കളരി നടത്തുവാനായി ഇദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം ഈ പഠനത്തിന് മുമ്പ് നമ്മളൊക്കെ ഇപ്പോൾ ഹരിശ്രീ എഴുതൂല്ലേ, നവരാത്രി കാലഘട്ടത്തിൽ വിദ്യാദേവതയെ സ്തുതിച്ചുകൊണ്ട് ദേവതയുടെ അനുഗ്രഹത്തിനായി. അപ്പോൾ ആ ഒരു രീതി കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് എഴുത്തച്ഛനാണ് എന്നാണ് പറയുന്നത്. അതായത് ഓം ഹരിശ്രീ ഗണപതിയെ നമഃ എന്ന മണ്ണിലെഴുത്ത് രൂപം അദ്ദേഹം അവിടെ പ്രാവർത്തികമാക്കി കൊണ്ടുവന്ന് അത് തലമുറകളിലേക്ക് പകർന്നു വന്നു. നമ്മളും ഇപ്പോൾ അത് ആചരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം എഴുത്തച്ഛൻ തനിക്ക് ഈ പഠനം ഒരു പരിമിതിയുണ്ട്, തനിക്കുള്ള അറിവ്, അപ്പോൾ എനിക്ക് ഈ പരിമിതി മറികടക്കണം, കുറച്ചുകൂടെ ഉയർന്ന പഠനം നേടിയെടുക്കണമെന്ന ഒരു ആഗ്രഹം എഴുത്തച്ഛൻ ആ കാലത്തുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഉയർന്ന പഠനത്തിനായി തമിഴ്നാട് എന്ന ദേശത്തിലേക്ക് അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്തു, നീലകണ്ഠ ഗുരു എന്ന ഗുരുവിനെ അദ്ദേഹം അവിടെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കീഴിൽ ശിക്ഷണം നടത്തി എന്നും അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ, എഴുത്തച്ഛനെക്കുറിച്ചുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ അതിന് മടങ്ങി വന്നതിന് ശേഷം ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കി. അതിനുശേഷം എഴുത്തച്ഛൻ ഈ 51 ലിപികൾ ഉള്ള അക്ഷരമാല ക്രമീകരിച്ചു. ഈ 51 ലിപി ഉള്ള ഈ അക്ഷരമാല അദ്ദേഹം എന്ത് ചെയ്തു, വടക്ക് നിന്ന് തെക്ക് വരെ എല്ലാ കളരിയിലും ഇദ്ദേഹം ഇത് പഠിപ്പിച്ചു വന്നു. അതായത് നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എല്ലാ ദേശത്തിലേക്കും ഇദ്ദേഹം ഇത് പകർന്നു കൊടുത്തു. കാരണം തനിക്ക് മാത്രമല്ല, എല്ലാവരിലേക്കും അറിവെത്തണം, സുഗമമായ പഠിപ്പ് എല്ലാവരിലേക്കും എത്തണം. കാരണം സംസ്കൃതം അന്ന് അറിയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ വിരളമായിരുന്നു. അതൊരു ആഢ്യന്മാരുടെ ഭാഷയാണ്, മ്ലേച്ഛന്മാരത് പഠിക്കാൻ പാടില്ല ഇത്യാദി മിഥ്യാസങ്കല്പങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും ശാസ്ത്രം പഠിക്കാം, അറിവ് സമ്പാദിക്കാം, അതിന് മലയാള ഭാഷ മതി എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ ഭാഷയെ അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം മാളു എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ദേവി മാഹാത്മ്യം മലയാളത്തിൽ
അതിനുശേഷം അദ്ദേഹം തർജ്ജിമ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഒരുപാട് മലയാള ഭാഷയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നു. ഈ ദേവി മഹാത്മ്യം എഴുതിയതിന് ശേഷം, മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തതിന് ശേഷമാണ് അധ്യാത്മരാമായണം എഴുതിയത്. ദേവിയുടെ ആ പ്രസാദം കൊണ്ടാണ് രാമായണം മലയാളത്തിലേക്ക് കിളിപ്പാട്ട് രൂപത്തിൽ എഴുതാൻ സാധിച്ചത് എന്ന് പറയുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനിയും എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. കാരണം ഈ സൈന്യത്തിൻ്റെ ആക്രമണവും ഈ ജാതി ഭ്രഷ്ടും ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വന്നതിനാൽ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് മതിയായി, ഞാൻ ഇനി എൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുകയാണ് എന്ന് എല്ലാവരോടും പറഞ്ഞതിന് ശേഷം അദ്ദേഹം നീലകണ്ഠ ഗുരുവിൻ്റെ അടുത്തേക്ക് വീണ്ടും തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഒരുപാട് കാലം ഗുരുവിനോടൊപ്പം സാധന അനുഷ്ഠിച്ച് വലിയൊരു യോഗിയായി മാറി എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം മടങ്ങി കേരളത്തിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള ചിറ്റൂർ എന്ന സ്ഥലത്ത് വീണ്ടും അദ്ദേഹം ഒരു ഗുരുമഠം സ്ഥാപിച്ചു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തർക്കങ്ങൾ ഈ ഭാഷാ പണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും നമ്മൾക്ക് അവലംബിക്കാവുന്ന രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജീവചരിത്രം ഏതെന്ന് വെച്ചാൽ സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠനായ ഒരാളുണ്ട്, ഒരു മഹാത്മാവ്. അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതനാണ്, കവിയും നോവലിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹിത്യകാരനാണ്. ആ രാധാകൃഷ്ണൻ്റെ തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്നൊരു മഹത്തായ ജീവചരിത്ര കൃതിയുണ്ട്. അത് സാക്ഷാൽ എഴുത്തച്ഛൻ്റെ ജീവചരിത്രമാണ്. അദ്ദേഹം അത് ഒരുപാട് തീവ്രമായ റെഫറൻസിലൂടെയും ഒരുപാട് അലഞ്ഞു നടന്ന് പല മഹാത്മാക്കളുടെ അടുത്തു നിന്നുമൊക്കെ കണ്ടെടുത്ത് ഒരു ആധികാരികമായി ഒരു ഗ്രന്ഥം തയ്യാറാക്കിയതാണ്. നമ്മളെപ്പോലെയുള്ള രാമായണ ഭക്തന്മാർക്കും ഭാഷയെ സ്നേഹിക്കുന്നവർക്കും ഈ ഒരു ജീവചരിത്ര ഗ്രന്ഥം ആധികാരികമായി നമ്മൾക്ക് അവലംബിക്കാവുന്നതാണ്. അതിലാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കൃതികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഹരിനാമ കീർത്തനം, ബ്രഹ്മാണ്ഡ പുരാണം, ശിവപുരാണം, ഉത്തര രാമായണം, ശതമുഖ രാമായണം ഇത്യാദി പ്രസിദ്ധങ്ങളായ ഗ്രന്ഥങ്ങളൊക്കെ എഴുത്തച്ഛനാൽ രചിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം സമാധിയായത് പാലക്കാട് ചിറ്റൂർ മഠത്തിൽ വെച്ചാണ്. അത് ആ സമാധി ദിനം നമ്മൾ തുഞ്ചൻ ദിനമായി ആചരിച്ചു വരുന്നു. ഇപ്പോൾ ഡിസംബർ 31 ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം തുഞ്ചൻ ദിനം. അദ്ദേഹം ഈ സമാധിക്ക് മുമ്പ് അദ്ദേഹം വ്യാഖ്യാനങ്ങൾ, ഒരുപാട് മഹത്തായ സംഭാവനകൾ മലയാളികൾക്ക്, ലോകത്തിന് പ്രത്യേകിച്ച് മലയാളികൾക്ക് നൽകിയിട്ടാണ് പോയത്. അതുകൊണ്ട് അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് ഒരു ആധ്യാത്മിക ഗുരു തന്നെയാണ്. ആ ഗുരുവിൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾക്ക് ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥപഠനം ആരംഭിക്കാം. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ തുഞ്ചൻ പറമ്പ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അതിന് ഒരുപാട് സംഘടനകളും ഹൈന്ദവ സംഘടനകളും ആചാര്യന്മാരും ഒക്കെ അതിൻ്റെ പുനരുദ്ധാരണത്തിനും അത് സംരക്ഷിക്കുവാനുമൊക്കെയായി ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ പല രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം കൊണ്ട് അതിനെയൊക്കെ തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഴുത്തച്ഛൻ എന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു മഹാത്മാവ് തന്നെയാണ്, ഗുരുനാഥൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ
പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഹരിനാമ കീർത്തന പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഹരിനാമ കീർത്തനം ഓം ഹരി ശ്രീ ഗണപതയേ നമഃ എന്ന ആദ്യത്തെ ശ്ലോകങ്ങളിൽ ആദ്യത്തെ വരി ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഓം എന്നാൽ അതിനെക്കുറിച്ചൊരു ശ്ലോകം, ഹ രീ ശ്രീ, അങ്ങനെ ഓരോ വാക്കും തുടങ്ങുന്നത് ഹരി ശ്രീ ഗണപതിയെ ആണ്. അതിനുശേഷം ആ മുതൽ അം വരെ ആ ഈ അക്ഷരമാലകൾ, പിന്നെ വ്യഞ്ജനങ്ങൾ ഗായിക്ക ഗായിക്ക, അങ്ങനെ 100 ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ഹരിനാമ കീർത്തനം. അതായത് അക്ഷരമാലയിലെ എല്ലാ അക്ഷരവും ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പഠിക്കുന്ന ഈ ഹരിനാമ കീർത്തനത്തിൽ പഠിക്കാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ റെഫർ ചെയ്യുന്ന വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ അവലംബിക്കുന്ന വ്യാഖ്യാനങ്ങൾ സമവ്യാഖ്യാനം സ്വാമി നിരഞ്ജനാനന്ദ രാമകൃഷ്ണ മഠത്തിലെ ഒരു മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനങ്ങളിൽ നിന്നുള്ള അർത്ഥമാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ രാമനാഥൻ പിള്ള എന്നൊരു ഭാഷാ പണ്ഡിതനും ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുത്തച്ഛൻ്റെ ഭക്തനായിരുന്നു. അദ്ദേഹം എഴുതിയ തത്വബോധിനി എന്നൊരു ഹരിനാമ കീർത്തന വ്യാഖ്യാനമുണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ വ്യാഖ്യാനങ്ങളിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹരിനാമ കീർത്തന പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു ഉടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമഃ. അങ്ങനെയാണ് ഒന്നാമത്തെ ശ്ലോകം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. നാരായണായ നമഃ. നാരായണായ നമഃ. അത് എല്ലാ ശ്ലോകത്തിനോടൊപ്പവും നമ്മൾ ചൊല്ലും. ഒരുമിച്ച് ചൊല്ലുമ്പോൾ ഈ 100 ശ്ലോകവും ചൊല്ലേണ്ട സമയമാണെങ്കിൽ, അല്ലെങ്കിൽ ചൊല്ലുന്ന സമയമാണെങ്കിൽ നാരായണായ നമഃ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകം തുടക്കത്തിലും അവസാനത്തിലും ചൊല്ലിയാൽ മതിയാവും. ഇല്ല, നമ്മളൊരു ദിവസവും 10 ശ്ലോകം അല്ലെങ്കിൽ 21 ശ്ലോകം ഇങ്ങനെയാണ് ചൊല്ലുന്നത്, അങ്ങനെ ഒരു സാധന അനുഷ്ഠിക്കുകയാണെങ്കിൽ എല്ലാ ശ്ലോകത്തിനും ശേഷവും ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പും പിൻപും നാരായണായ നമഃ നാരായണായ നമഃ എന്ന് പറയുന്ന ശ്ലോകവും ചൊല്ലാവുന്നതാണ്. അല്ലയോ നാരായണ, അങ്ങക്കെൻ്റെ നമസ്കാരം എന്ന് എഴുത്തച്ഛൻ ഭഗവാൻ നാരായണന് അദ്ദേഹത്തിൻ്റെ നമസ്കാരം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കും ആ ഒരു മനോഭാവനയോടുകൂടി നമസ്കാരം ഭഗവാൻ നാരായണന് അർപ്പിക്കാം. ഒന്നാമത്തെ നമസ്കാരം അർപ്പിക്കുന്നതോടൊപ്പം എഴുത്തച്ഛൻ എന്തൊക്കെയാണ് ഭഗവാനിൽ സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഓംകാരം ആയ പൊരുൾ മൂന്നായി പിരിഞ്ഞു ഉടനെ. ഇതാണ് ഒന്നാമത്തെ വരി. ഓംകാരം. ഓംകാരം എന്നാൽ ഇവിടെ മംഗളാചരണം നടത്തുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം
മഹാഗുരുവിൽ നിന്നും അറിവ് സമ്പാദിച്ച് ആ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്, സാധകനാണ്, ഉപാസകനാണ്. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഗ്രന്ഥരചനയിലേക്ക് ഒക്കെ കടക്കുന്നത്, ശാസ്ത്ര പ്രചരണത്തിലേക്കൊക്കെ കടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ രീതി അറിയാം. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും മംഗളാചരണം നടത്തണം. ഗുരുവിനെ അല്ലെങ്കിൽ ഈശ്വരനെ അല്ലെങ്കിൽ ശാസ്ത്രത്തിനെ ഇവയെ ആരെങ്കിലുമൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ഇവ മൂന്നിനെയും സങ്കല്പിക്കാം, ഇല്ലെങ്കിൽ ഏതിനെയെങ്കിലും ഒന്നിനെയും സങ്കല്പിച്ചുകൊണ്ട് നമസ്കാരം അർപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഓംകാരം എന്ന പ്രണവ മന്ത്രത്തോടുകൂടി ഞാൻ നാരായണനെ നമസ്കരിക്കുന്നു. നാരായണായ നമ. ആ നാരായണൻ എങ്ങനെയുള്ള ആളാണ്? ഓംകാരം എന്ന സ്വരൂപത്തോടു കൂടിയ ആളാണ്, അല്ലെങ്കിൽ പ്രണവമാണ്. ആദി മംഗള വാചി ശബ്ദം ഓങ്കാരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രഥമ ശ്ലോകം ആരംഭിക്കുന്നു. ഈ ഓങ്കാര സ്വരൂപൻ എന്തു ചെയ്തു? ഓങ്കാരമായ ഈ ഓങ്കാര സ്വരൂപിയായ പരമാത്മാവ് പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ, ഈ പൊരുളെന്ന് വെച്ചാൽ ഉണ്മ, എക്സിസ്റ്റൻസ്, ഈ പരമാത്മാവ് എന്ത് ചെയ്തു? മൂന്നായി പിരിഞ്ഞു. അതായത് 3 ഭാഗങ്ങളായി, 1, 2, 3, ഈ അക്കത്തിലെ 3 വേർപിരിഞ്ഞു. അതാണ് പിരിഞ്ഞു എന്ന് പറയുന്നത്. വേർ എന്ന വാക്കില്ല, അതായത് ഡിവൈഡ്, 1 3 മാറി. ഇത് വളരെ ലഘുവായ ലളിതമായ മലയാളമാണ്. നമുക്ക് എളുപ്പത്തിൽ മറ്റ് ഉപനിഷത്തുക്കളോ മറ്റ് പുരാണ ഗ്രന്ഥങ്ങളോ ഒക്കെ പഠിക്കുന്നതിലും ഏറ്റവും ലഘുവാണിത് പഠിക്കാൻ. കാരണം അത്ര ലളിതമായ മലയാളം എഴുത്തച്ഛൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയും കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? ഓങ്കാരമായ പൊരുൾ 3 പിരിഞ്ഞു. ഈ പരമാത്മാവ്, അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. അല്ല നാരായണ, അങ്ങ് തന്നെ നാരായണൻ, അങ്ങ് തന്നെ ഓങ്കാര സ്വരൂപൻ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അതിന് കാരണം അങ്ങ് എന്ത് ചെയ്തു? ഈ ഉണ്മ, ഈ തത്വം, പരമാത്മാവ് 3 പിരിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ? അതായത് സൃഷ്ടി ആരംഭിച്ചു, 3 പിരിഞ്ഞു. അതിൻ്റെ 3 വെച്ചാൽ അതിൽ 1 സത്വം, 2 രജസ്, 3 തമസ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈ പരമാത്മാവിൻ്റെ വിഷ്ണുവിൻ്റെ രൂപം, ബ്രഹ്മാവിൻ്റെ രൂപം, മഹേശ്വരൻ്റെ രൂപം. അതായത് സൃഷ്ടികർത്താവായും സ്ഥിതിപാലകനായും ലയകർത്താവായും മാറി. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന 3 രൂപത്തെ മായയുടെ സഹായത്തോടുകൂടി കൈക്കൊണ്ടു എന്നാണ് പറയാം. അപ്പോൾ എന്താ? ഉടനെ 3 പിരിഞ്ഞു. ഉടനെ, അടുത്ത വാക്ക് ഉടൻ എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ, അടുത്ത മൊമെൻറ്റ്, ആ സമയം തന്നെ എന്ത് സംഭവിച്ചു? ആങ്കാരമായതിനു, രണ്ടാമത്തെ വരി, ആങ്കാരമായതിനു, അതായത് അഹം ബുദ്ധിയായിരുന്നതിന്. ഇവിടെ ആങ്കാരമായതെന്ന് വെച്ചാൽ സൃഷ്ടി, ആങ്കാരം അതായത് ആകാരം, രൂപം, അതായത് സൃഷ്ടി എന്ന അർത്ഥമാണ് ഇവിടെ. അതായത് ഭഗവാൻ എന്ത് ചെയ്തു? പരമാത്മാവും ആദ്യം തനിക്ക് സൃഷ്ടി നടത്തണമെന്ന് സങ്കല്പമുണ്ടായി. ഓങ്കാര സ്വരൂപൻ, പ്രണവസ്വരൂപൻ, ബ്രഹ്മൻ 3 പിരിഞ്ഞു. എന്നിട്ട് ആദ്യം ഏത് രൂപത്തെയാണ് കൈക്കൊണ്ടത്? 1ാമത്തെ രൂപമായ ആങ്കാരം എന്ന രൂപം, അതായത് സൃഷ്ടി സ്വരൂപനായി മാറി. അതാരാണ് ഈ സൃഷ്ടി സ്വരൂപൻ? താൻ തന്നെ സാക്ഷിയത്, താൻ തന്നെ, അവൻ തന്നെ. അതായത് ഇവിടെ താൻ തന്നെ എന്ന് വെച്ചാൽ ഓങ്കാര സ്വരൂപൻ തന്നെ, പരമാത്മാവ് തന്നെ, എന്ത് തന്നെ സാക്ഷി അതു. അതായത് ഈ സൃഷ്ടി കർത്താവിനു സാക്ഷി ബ്രഹ്മൻ തന്നെ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പരമാത്മാവ് തന്നെയാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവായി മാറിയത്. പരമാത്മാവിൻ്റെ ഒരു രൂപം. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു അമ്മയ്ക്ക് 3 മക്കളുണ്ടായി. ആ അമ്മയുടെയും അച്ഛൻ്റെയും തന്നെ
എന്താ പറയുക, മറ്റൊരു രൂപങ്ങളാണ് ഈ 3 മക്കളും. അപ്പം ഈ അമ്മയുടെ പ്രഥമപുത്രൻ അല്ലെ പുത്രി സൃഷ്ടികർത്താവ്, ദ്വിതീയ പുത്രൻ വിഷ്ണു സ്ഥിതിപാലകൻ, തൃതീയ പുത്രൻ തമോ ഗുണ അല്ലെങ്കിൽ മഹാദേവൻ ലയകർത്താവ്. അപ്പോൾ അതേ ഉള്ളൂ. ഇതിനൊക്കെ സാക്ഷിയായിട്ട് ആ അമ്മ നിൽക്കുകയാണ്. അമ്മ സാക്ഷിയായിട്ട് ഈ 3 മക്കളുടെയും ജന്മത്തിന് സാക്ഷിയായി നിൽക്കുകയാണ് മാതാവ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പരമാത്മാവ് തന്നെ ഈ സൃഷ്ടികർത്താവിന് സാക്ഷി, സൃഷ്ടികർത്താവ് ഇങ്ങനെ രൂപം എടുക്കുന്നതിന് സാക്ഷിയായി നിൽക്കുന്നു. ബോധം വരുത്തുവതിനു, ബോധം എന്ന് വെച്ചാൽ അറിവ്, വരുത്തുവതിനു ഉണ്ടാകുന്നതിന് എന്നാണ് അർത്ഥം. വരുത്തുവതിന് ആളായി നിന്ന, അറിവ് ഉണ്ടാകുന്നതിന് ആളായി നിന്ന, അതായത് സൃഷ്ടി നടത്തി ഇനി എന്താണ് വേണ്ടത്? ഞാനാണ് സൃഷ്ടി നടത്തിയത് എന്ന അറിവ് വേണം. അത് ബോധമുണ്ടാകണം ആ പരമാത്മാ സ്വരൂപന് അല്ലെ സൃഷ്ടികർത്താവിന്. താൻ തന്നെയാണ് ഈ സൃഷ്ടി നടത്തിയത്. അപ്പോൾ അത് അങ്ങ് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അതിന് ആളായി നിന്നെന്ന് വെച്ചാൽ കാരണക്കാരനായി നിന്ന, അതാണ് ആളായി നിൽക്കുക. അതിന് കാരണം, അതായത് ഞാനാണ് സൃഷ്ടി നടത്തിയത്, സൃഷ്ടിക്ക് കാരണം ഞാൻ തന്നെയാണ് എന്ന അറിവ് ആർക്കുണ്ടാകണം? ഈ സൃഷ്ടി നടത്തിയ ആൾക്ക് ബോധം വരണം, ആ അറിവുണ്ടാകണം. അത് അല്ലയോ പരമാത്മാവേ, അങ്ങ് തന്നെയാണ് ഈ സൃഷ്ടി നടത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സൃഷ്ടി നടത്തിയ ആൾക്കറിയാം. സൃഷ്ടി നടത്തിയതിന് ശേഷം അത് കഴിഞ്ഞ് എഴുത്തച്ഛൻ പറയുകയാണ്, എനിക്കും ആ അറിവ് ഉണ്ടാകുന്നു. അങ്ങ് തന്നെയാണ് ഒന്നായിരുന്ന അങ്ങ് തന്നെയാണ് 3ആയി മാറിയത്. അതിൽ 3ൽ ഒന്നാമത്തെ ആൾ, പ്രഥമമായ ആൾ സൃഷ്ടികർത്താവ് എന്ന് വിളിക്കുന്നു അതിനെ. അത് അങ്ങ് തന്നെയാണ് എന്ന ബോധം, അങ്ങ് തന്നെയാണ് സൃഷ്ടി നടത്തുന്നത് എന്ന ബോധം ഞാൻ മനസ്സിലാക്കുന്നു. ഈ അറിവ് എനിക്ക് നൽകിയ പരമാചാര്യരൂപൻ, എനിക്ക് എങ്ങനെ ഈ അറിവുണ്ടായി എന്ന് എഴുത്തച്ഛൻ പറയുകയാണ്. അല്ലയോ പരമാചാര്യനായി നിൽക്കുന്ന പരമാത്മാ ഹരി, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം. പരമാചാര്യരൂപഹരി, പരമമായ ആചാര്യനായി നിൽക്കുന്ന ഹരി. ഹരി എന്നാൽ ഹരിക്കുന്നവൻ, ഇല്ലാണ്ടാക്കുന്നവൻ. ഇപ്പോൾ ഹരിനാമകീർത്തനത്തിൽ ഹരി എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നില്ല, ഇവിടെ എത്തുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. ഹരി എന്നാൽ ഹരിക്കുന്നവൻ, ഇല്ലാണ്ടാക്കുന്നവൻ എന്നാണ്. ഇവിടെ ഹരി എന്ന വാക്കുകൊണ്ട് എഴുത്തച്ഛൻ ഉദ്ദേശിക്കുന്നത് അജ്ഞാന നാശകൻ എന്നാണ്. അപ്പോൾ അല്ലയോ ഭഗവാനെ നാരായണ, അങ്ങയെ ഞാൻ നാരായണായ നമഃ എന്ന് പറഞ്ഞു നമസ്കരിക്കുന്നു. ആ നമസ്കരിക്കുന്നതിന് കാരണം അങ്ങാണ് എൻ്റെ ഗുരു, പരമാചാര്യൻ. ഈ 1ാമത്തെ ശ്ലോകം മുതൽ 100ാമത്തെ ശ്ലോകം വരെ ഞാൻ എഴുതാൻ പോവുകയാണ്. ഈ എഴുതുന്നത് എനിക്ക് കൃത്യമായിരിക്കണം, വ്യക്തമായിരിക്കണം. ഇത് വായിക്കുന്നവർക്കും തലമുറകളോളം ഈ അറിവ് വ്യക്തമായിരിക്കണം. അപ്പോൾ എനിക്ക് ആ വ്യക്തതയോടുകൂടി എഴുതണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? ആദിഗുരുവായ പരമാചാര്യൻ. പരമം എന്ന് വെച്ചാൽ ശ്രേഷ്ഠം, ശ്രേഷ്ഠനായ ആചാര്യൻ, ഏറ്റവും ശ്രേഷ്ഠനായ പരമാചാര്യൻ അല്ല പ്രഥമാചാര്യൻ നാരായണനാണ്, പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് അല്ലയോ നാരായണ, അങ്ങ് ഞാൻ ഈ കീർത്തനം എഴുതുമ്പോൾ എന്നോട് നാവിൽ, എന്നോട് മനസ്സിൽ അങ്ങ് വന്ന് വിളയാടണേ. അങ്ങ് എനിക്ക് ഈ ഗ്രന്ഥം പൂർത്തീകരിക്കുവാൻ അങ്ങ് എനിക്ക് സഹായം നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു? അങ്ങ് തന്നെയാണ് പരമാത്മാവ്, അങ്ങ് തന്നെയാണ് സൃഷ്ടികർത്താവ്, അങ്ങ് തന്നെയാണ് സ്ഥിതിപാലകൻ, അങ്ങ് തന്നെയാണ് ലയകർത്താവ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന്
ഇവിടെ പറയുകയാണ്. പരമാചാര്യനായ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യവരണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ പേര്. അതായത് ആചാര്യവരണം, നിങ്ങൾ സപ്താഹത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആചാര്യവരണം. അതായത് ആചാര്യനെ, ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ്, ഈ ശ്ലോകത്തിലേക്ക് ആനയിക്കുകയാണ്. ആ ഗുരുവിൻ്റെ സൂക്ഷ്മ സാന്നിധ്യത്തിനെ, അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ സൂക്ഷ്മ സാന്നിധ്യം ഈ 1-ാമത്തെ ശ്ലോകം മുതൽ 100-ാമത്തെ ശ്ലോകം വരെ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ എഴുതി അവസാനിക്കുന്നത് വരെ ഇത് ആരൊക്കെ വായിക്കുന്നോ പഠിക്കുന്നോ അവരോടൊപ്പം എല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അതിന് പറയുന്ന പേരാണ് ആചാര്യവരണം. അപ്പോൾ ആചാര്യനെ ഇവിടെ ഹരി എന്നും നാരായണൻ എന്നും എഴുത്തച്ഛൻ അതിസംബോധന ചെയ്യുകയാണ്. ഹരി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു, അജ്ഞാനനാശകൻ എന്ന്. നാരായണൻ എന്നാൽ നാരായണനായിരിക്കുന്നവന് നമസ്കാരം, നാരായണായ നമഃ എന്ന വാക്കിൻ്റെ അർത്ഥം. നാരായണൻ എന്ന് വെച്ചാൽ 3 അർത്ഥമുണ്ട്. 1-ാമത്തെ അർത്ഥം നരസമൂഹത്തിൽ വർത്തിക്കുന്നവൻ, നരന്മാരുടെ കൂട്ടത്തിലിരിക്കുന്നവൻ നാരായണൻ. 2-ാമത്തെ അർത്ഥം ജീവാത്മരൂപത്തിൽ വർത്തിക്കുന്ന, എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിൽ കുടികൊള്ളുന്നവൻ, അവനെയും നാരായണൻ എന്ന് വിളിക്കാം. അതായത് സർവ്വജീവരാശികളിലും ഉള്ള ചൈതന്യം, അത് നാരായണൻ. 3-ാമത്തത് ജലത്തിൽ ശയിക്കുന്നവൻ, അല്ലേ? ഭഗവാൻ ജലത്തിലാണല്ലേ ശയിക്കുക. അതുകൊണ്ട് ആ ജലശയനവാസിയെയും നാരായണൻ എന്ന് അർത്ഥത്തിൽ കാണാം. അപ്പോൾ ഇതിലേതർത്ഥം വേണവും എടുക്കാം. ഇവിടെ എഴുത്തച്ഛൻ നാരായണൻ എന്ന് വിളിക്കുന്നത് തൻ്റെ ആചാര്യനായ ഗുരുവായി കണ്ടുകൊണ്ട് പരമാത്മാവിനെ തന്നെയാണ്. അതായത് സർവ്വജീവരാശികളിലും കുടികൊള്ളുന്നവൻ എന്ന അർത്ഥത്തിൽ എഴുത്തച്ഛൻ ആചാര്യവരണം ചെയ്യുന്നു. അതാണ് നാരായണൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കുന്നു. നാരായണനായ നമഃ എന്നത് എല്ലാ ശ്ലോകത്തിലും ആദ്യത്തിലും അന്ത്യത്തിലും ഇത് ആവർത്തിച്ചു വരുന്നു. നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ നോക്കിയാൽ നാരായണൻ എന്ന വാക്കിന് ധർമ്മ സംസ്ഥാപനത്തിനായി മനുഷ്യജന്മം ധരിച്ചവൻ എന്ന അർത്ഥവുമുണ്ട് നാരായണന്. അതായത് ഭഗവാൻ കൃഷ്ണൻ ധർമ്മം പുനഃസ്ഥാപിക്കാനായി മനുഷ്യ ശരീരമെടുത്ത്, ഭഗവാൻ രാമൻ ധർമ്മം പുനഃസ്ഥാപിക്കാനായി മനുഷ്യ അവതാരത്തിൽ വന്നതാണ്, മനുഷ്യ ശരീരം എടുത്ത, മനുഷ്യ ജന്മം ധരിച്ചവനാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ നാരായണൻ എന്ന് വിളിക്കാം. അപ്പോൾ ഏതർത്ഥം വേണമെങ്കിലും നമ്മൾക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും നമ്മൾക്ക് സുപരിചിതം, എളുപ്പമായി ചിന്തിക്കാൻ പറ്റുന്ന എന്താ? സർവ്വജീവരാശികളിലും കുടികൊള്ളുന്ന ചൈതന്യം, പരമാത്മാ. അതുകൊണ്ട് ആ പരമാത്മാവിനെ നാരായണൻ എന്ന് വിളിക്കുന്നു. അതെടുക്കാം. ആചാര്യൻ ആയി നിൽക്കുന്ന അല്ലയോ നാരായണ, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം എന്ന് എഴുത്തച്ഛൻ പറയുകയാണ് ചെയ്യുന്നത്. ഓംകാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമഃ. മറ്റൊരു ഈണത്തിലും ഹരിനാമ കീർത്തനം ചൊല്ലാറുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓംകാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമഃ. ഓംകാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമഃ.
ഇത് ഏത് ഈണവും അവലംബിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും പരമാചാര്യൻ്റെയും എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.